ദേവി സ്വന്തം മകളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കുകയാണല്ലേ? ഇതുപോലൊരു പെറ്റതള്ളെ ഞാൻ കണ്ടിട്ടില്ല. എന്താ സിസ്റ്റർ, ഒരുപാട് ചിന്തിക്കുന്നുണ്ടല്ലോ. ഇത്രയും കാലം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സ്വന്തം മകളെ പോലെ ഇവിടെ നോക്കിയതുകൊണ്ട് ജീവനാംശം കിട്ടുമ്പോ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ തരാം. എത്ര തരും സിസ്റ്റർ? എത്ര കൊടുക്കാം മോളെ? ആ വീട്ടിൽ വെച്ച് ഈ ആന്റി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന ജീവനാംശത്തിൽ ആന്റിക്ക് ഒരു 10% കൊടുത്തേക്കാം. 10% എന്ന് പറയുമ്പോ കുറഞ്ഞതൊരു 2 കോടിയെങ്കിലും കാണും. കിട്ടുന്ന ക്യാഷും കൊണ്ട് എന്റെ രാജയും കല്യാണം കഴിച്ച് സെറ്റിലാവാല്ലേ? എന്താ സിസ്റ്റർ, 10% നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ സിസ്റ്റർ. പിന്നെ നിങ്ങളുടെ മരുമക്കളെ കുറിച്ച് നിങ്ങൾ എന്താ ഫീൽ ചെയ്യുന്നത്? പണം വന്നു കഴിഞ്ഞാലേ ആന്റിക്ക് അവരെ കുറിച്ച് ഒരു ഫീലിംഗും ഉണ്ടാവില്ല. പണത്തിന് വേണ്ടി സ്വന്തം ജീവിതം ഓൾറെഡി നീ തന്നെ നശിപ്പിക്കല്ലേ? അങ്ങനെ നോക്കുമ്പോ ഞാൻ എത്ര ഭേദം. അങ്ങനെയല്ലേ ആന്റി? നമ്മളെല്ലാരും അങ്ങനെ തന്നെയല്ലേ? അതുപോട്ടെ, കാർത്തിക് എപ്പം ഡിവോഴ്സ് കിട്ടും സിസ്റ്റർ? നാളെ രാവിലെ തന്നെ ഫാമിലി കോർട്ടിലേക്ക് പോകാൻ പോവാ. വിവാഹമോചനവും ജീവനാംശവും ആവശ്യപ്പെടും. അല്പസമയത്തിനുള്ളിൽ കോർട്ട് സ്റ്റാർട്ട് ചെയ്യും ബേബി. ഡിവോഴ്സ് വേണ്ട എന്ന് അഭിയും വസു നിന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കും. അവരെന്തു പറഞ്ഞാലും ശരി, നീ ജഡ്ജിനോട് നിനക്ക് ഡൈവേഴ്സ് വേണമെന്ന് ഉറപ്പിച്ച് തന്നെ പറയണം. വേറൊരക്ഷരം നീ പറയാൻ പാടില്ല. മനസ്സിലായോ? ഓക്കെ മമ്മി. കണ്ടില്ലേ എടുത്തി, നമ്മൾ എത്തും മുന്നേ വന്ന് നിൽക്കുക ഇവര്. ഡിവോഴ്സ് വാങ്ങാനായിട്ട് ഇവർക്ക് എത്രമാത്രം വ്യഗ്രത ഉണ്ടെന്ന് കണ്ടോ? ഡിവോഴ്സ് കിട്ടിയാൽ ജീവനാംശം കിട്ടും. ജീവനാംശം കിട്ടിയാൽ കാർത്തികയുടെ ലൈഫ് സെറ്റിലാവും. എനിക്ക് എന്റെ കമ്മീഷൻ കിട്ടും. അംബിക ദേവിയുടെ കടവും തീരും. വസുന്ധര, എങ്ങോട്ട് പോവുക? ഒരു തവണ കൂടി അവരോട് സംസാരിച്ചിട്ട് വരാട്ടാ. ഇനി ഇവരോടൊക്കെ എന്ത് സംസാരിക്കാനാ? വിട്ടേക്ക് എടുത്തി. കുറച്ചേരം ഒന്നും മിണ്ടായിരിക്കുകയിൽ. ആവശ്യം കാണിക്കാതാക്കി സമാധാനത്തോടെ ഇരിക്കെ. കാർത്തിക, എന്താ? എനിക്ക് കാർത്തികയോടൊന്ന് സംസാരിക്കണം ചെറിയമ്മേ. എന്നോട് സംസാരിക്കേ? ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എടുത്തു ചാടരുത്. ഇപ്പൊ ഡിവോഴ്സിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് വിവാഹമോചനം വേണം. നിങ്ങളുടെ തല്ലിച്ചതക്കലും അപമാനവും ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. സംഭവിച്ചതിനൊക്കെ ക്ഷമ ചോദിക്കുക. വെറുതെ ഈ കുട്ടികളുടെ ജീവിതം നശിപ്പിക്കരുത് ചെറിയമ്മേ. ഇവിടെ ആരുടെ ജീവിതം നശിപ്പിക്കുന്നേ? എന്റെ ബേബിയെ തല്ലിച്ചതച്ച് നരകയാതന അനുഭവിപ്പിച്ചു. എന്നെയും ഒരുപാട് അപമാനിച്ചു. ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കണം. ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. ഡിസിഷൻ എടുക്കേണ്ടത് നീയാണ് കാർത്തിക. എന്റെ ബേബി ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കൂ. ഒരു തവണ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീയും അഖിലെ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാ. ആ സ്നേഹത്തെങ്കിലും നീ ഒന്ന് ഓർക്ക്. അഖിലില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമോ? നിനക്കൊരിക്കലും അഖിലിനെ മറക്കാൻ കഴിയില്ല. ഭർത്താവിനെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റായ ഒരു കാര്യമാണ്. സംസാരിച്ചതൊക്കെ മതി. നിങ്ങൾ എന്തു പറഞ്ഞാലും ഞങ്ങൾ കേൾക്കില്ല. ഞങ്ങള് കാർത്തികയോടല്ലേ സംസാരിക്കുന്നത്? കാർത്തികയ്ക്ക് വേണ്ടി ഇപ്പൊ ഞാനാ സംസാരിക്കുന്നേ. വെറുതെ ആവശ്യമില്ലാതെ നിങ്ങളുടെ മകളുടെ ഭാവി നശിപ്പിക്കരുത്. അല്ലെങ്കിലേ നിങ്ങൾ കാരണം എന്റെ മകളുടെ ഭാവി എപ്പോഴും നശിച്ചതാ.
ഇനി പുതിയതായിട്ട് എനിക്ക് നശിപ്പിക്കാൻ ഒന്നുമില്ല. ഞങ്ങൾ കാർത്തികയെ നന്നായിട്ട് തന്നെ നോക്കിയത്. എങ്ങനെ നോക്കിയെന്നാ? പേര് വലുതും നാട് ചെറുതുമെന്ന പോലെ പേരിന് മാത്രമാണ് നിങ്ങൾ വലിയ ആളുകൾ. നിങ്ങളുടെ മനസ്സിലുള്ളത്ര മാലിന്യം ഒരു ചവറുകൂനയിലും ഉണ്ടാവില്ല. നിങ്ങളൊക്കെ മാമ്പഴം പോലെ പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയാ. മുറിച്ചു നോക്കിയാലല്ലേ അറിയോ അകം മുഴുവൻ പുഴുവാണെന്ന്. മതി ചെറിയമ്മേ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. അദ്ദേഹത്തെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. എന്താ കോട്ടന് മുമ്പിൽ വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? റിക്വസ്റ്റ് ചെയ്യാൻ വന്നിട്ട് വാണിംഗ് തരികയാണോ? ഇതാ ബേബി ഇവരുടെയൊക്കെ ക്യാരക്ടർ. കിട്ടിയാൽ മുടിക്ക് പിടിക്കും, ഇല്ലെങ്കിൽ കാല് പിടിക്കും. ഇങ്ങനെയുള്ളവരുടെ കൂടെയാണോ നീ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നത്? നിനക്ക് കോംപ്രമൈസ് വേണോ? പറയ. നോ. വസുന്ധര, വാ പോവാം. നല്ല ഭംഗിയായിട്ട് സംസാരിച്ചു സിസ്റ്റർ. കോടതിയിൽ ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഡിവോഴ്സ് കൺഫേം, ജീവനാംശം ഗ്യാരണ്ടി. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. അവരെന്താ പറഞ്ഞത് അബി? അവരെടുത്ത് ചെന്ന് ഡിവോഴ്സ് വേണ്ടാന്ന് സമാധാനത്തോടെ പറ. ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചാ കണ്ടില്ലേ, ഇങ്ങനെ മറുപടി കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഏട്ടാ, ഇവരോടൊന്നും സംസാരിക്കാൻ പോരുതെന്ന്. ഡിവോഴ്സ് വാങ്ങിക്കാം. അങ്ങനെയൊന്നും പറയാതെ അഖിൽ. അവന് സംസാരിക്കല്ലേ എടുത്തി? അവര് സംസാരിച്ചാലും നീ മിണ്ടാതിരിക്കണം അഖിൽ. ജഡ്ജിയുടെ മുമ്പിൽ വെച്ച് അനാവശ്യമായിട്ട് ഒന്നും പറയരുത്. അതെ അഖിൽ, അവര് പറയുന്നത് പോലെ നിനക്കും ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഉടനെ അവര് ഡിവോഴ്സ് തരും. എനിക്ക് അവളുമായി ഒരുമിച്ച് കഴിയാൻ പറ്റില്ല എടുത്തി. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഏട്ടാ, അത് നടക്കാത്ത കാര്യമാ. നടക്കുവകിൽ, അല്ല നീ ഒറ്റയ്ക്കാവാൻ പാടില്ല. ഇവള് കൂടെ ഉണ്ടെങ്കിൽ ഒരു കാര്യമില്ല ഏട്ടാ. ഭാര്യയുടെ ആവശ്യം ഇപ്പൊ നിനക്ക് മനസ്സിലാവില്ല അഖിൽ. ഇവളൊക്കെ ഒരു ഭാര്യയാണോ എടുത്തി? അഖിൽ പ്ലീസ്, ഞങ്ങളോട് നിനക്ക് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ജഡ്ജിന്റെ മുന്നിൽ വെച്ച് നിനക്ക് ഡിവോഴ്സ് വേണ്ടെന്ന് തന്നെ പറയണം. എടുത്തി, കാർത്തികയോട് ഞാൻ ഒരുമിച്ച് ജീവിക്കാന്ന് തന്നെ പറയണം. കാർത്തികയെ വേണമെന്ന് പറയണം. നീ അങ്ങനെ പറയണം. എന്നെ കൊണ്ട് സത്യം ചെയ്. നീ കാർത്തികയെ വേണോന്ന് പറഞ്ഞ ജഡ്ജി നിനക്കങ്ങ് തരുമെന്നാണോ? ഡിവോഴ്സ് തന്നെ കിട്ടും. നിയമം സ്ത്രീകൾക്ക് അനുകൂല. കോടതി തുടങ്ങാൻ സമയമായി. വരൂ. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ ബേബി? ജഡ്ജി നിന്നോട് എന്തൊക്കെ ചോദിച്ചാലും ശരി, ഡിവോഴ്സ് തന്നെ വേണമെന്ന് പറയണം. ഇവിടെ കാർത്തിക ആരാ? ഞാനാണ്. ജഡ്ജി മാഡം വിളിക്കുന്നുണ്ട്. നിങ്ങളിവിടെ തന്നെ ഇരിക്കേ, അവരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. നമസ്കാരം മാഡം. കാർത്തിക നിങ്ങളാണോ? യെസ് മാഡം. അവിടെ ഇരിക്കൂ.
നിങ്ങൾ ഭർത്താവിൽ നിന്നും എന്തുകൊണ്ടാണ് ഡിവോഴ്സ് വേണമെന്ന് പറയുന്നത്? എന്റെ ഹസ്ബൻഡ്, അദ്ദേഹത്തിന്റെ ഫാമിലി എന്നെ മെന്റലി ഫിസിക്കലി ഹരാസ് ചെയ്യാണ് മാഡം. ഞാൻ ഒരുപാട് സഹിച്ചു. ഇനി എനിക്ക് അദ്ദേഹത്തോടൊപ്പവും ഫാമിലിയോടൊപ്പവും കഴിയാൻ പറ്റില്ല. ഈ അടുത്തായി നിങ്ങളുടെ ഹസ്ബൻഡ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയെന്ന് ഇതിൽ പറയുന്നുണ്ടല്ലോ. അതിന് കാരണക്കാരിയാണെന്ന് പറഞ്ഞ് അവര് ദിവസം തോറും എന്നെ ടോർച്ചർ ചെയ്യാണ് മാഡം. മാഡം, നിങ്ങൾ അവിടെ ഇരിക്കേ. അകത്തെ സംസാരം നിങ്ങൾ കേൾക്കാൻ പാടില്ല. നിങ്ങളുടെ ഹസ്ബൻഡ് ഇങ്ങനൊരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ വിട്ടുപോകുന്നത് ശരിയാണോ? അത് ശരിയല്ലെന്നറിയാം മാഡം, പക്ഷെ അവരും കറക്റ്റ് അല്ലല്ലോ. അവരെല്ലാവരും അവരുടെ ദേഷ്യം എന്നോട് കാണിക്കുകയാണ്, എന്നെ ടോർച്ചർ ചെയ്യാണ്, എന്നും അപമാനിക്കാറുണ്ട്, എന്നെ ഉപദ്രവിക്കാറുണ്ട്. എന്റെ അമ്മയും കൂടി അവര് തല്ലി അപമാനിച്ചു. അങ്ങനെയുള്ളവരോടൊപ്പം എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഒന്നുകൂടെ റീതിങ്ക് ചെയ്തൂടെ? ഡിവോഴ്സ് അല്ലേ ഇതിനൊക്കെ പരിഹാരം. മാഡം എന്റെ അവസ്ഥയെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കണം. എനിക്കിപ്പോ ചെറിയ പ്രായമാണ്. ഒരുപാട് ആഗ്രഹങ്ങളോടാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷം പോലും ആയിട്ടില്ല. ലൈഫ് ലോങ് എന്റെ ആഗ്രഹങ്ങളൊന്നും പുറത്ത് കാണിക്കാൻ പറ്റാതെ ഇങ്ങനെ ഒരാളെ നോക്കി വീട്ടിലിരുന്ന് എനിക്കെന്റെ ജീവിതം നശിപ്പിക്കാൻ പറ്റില്ല. എനിക്ക് ഡിവോഴ്സും ജീവനാംശവും വാങ്ങിത്തന്നാ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. നിങ്ങളുടേത് പ്രണയവിവാഹമാണെന്നാണല്ലോ നോട്ടീസിൽ കിടക്കുന്നത്. അതെ മാഡം. പക്ഷെ എന്റെ ഭർത്താവിനിപ്പോ എന്നോട് ഒരു സ്നേഹവും ഇല്ല. അധികാരവും അഹങ്കാരവും അല്ലാതെ വേറൊന്നും കാണിക്കാറില്ല. എന്നെ ഒരു അടിമയായിട്ടാണ് കാണുന്നത്. മാഡം തന്നെ പറയേ, ബഹുമാനം കിട്ടാത്തൊരു സ്ഥലത്ത് ഒരു പെണ്ണിന് എങ്ങനെ ജീവിക്കാൻ പറ്റും? സോ നിങ്ങൾക്ക് കമ്പൽസറിയായ ഡിവോഴ്സ് വേണം. അതെ മാഡം, എനിക്കെന്റെ ഭർത്താവിന് വേണ്ട, ഡിവോഴ്സാണ് വേണ്ടത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് പോകാം. താങ്ക്സ് മാഡം. എന്താ ബേബി? എല്ലാം മമ്മി പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഡിവോഴ്സ് വേണമെന്ന് ഞാൻ കർശനമായി പറഞ്ഞു. അടുത്ത സാറ് പൊക്കോളൂ. മാഡം ഇരുന്നോളൂ, ഞാൻ കൊണ്ടുപോയിക്കോളാം. നമസ്കാരം മാഡം. നിങ്ങൾ അഖിൽ റൈറ്റ്? ആ അതെ മാഡം. വൈഫിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് കാർത്തികയെ ഇഷ്ടമായിരുന്നു മാം. അവളെ സ്നേഹിച്ച് പാരൻസിൻ്റെ അനുവാദത്തോടെ കല്യാണം കഴിച്ചു. അവളെ ഞാൻ മനസ്സുകൊണ്ടാണ് സ്നേഹിച്ചിരുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് ഭാര്യയോട് സ്നേഹമുണ്ടോ? നിങ്ങളത് തുറന്നു പറയണം. ലവ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ലവേഴ്സ് തമ്മിൽ പിരിയുന്നത് മാത്രമല്ല മാഡം, സ്നേഹിച്ച് കല്യാണം കഴിച്ചാലും ആ ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിയുന്നതും ലവ് ഫെയിലിയർ തന്നെയല്ലേ. ഇപ്പം അവളോട് എനിക്ക് സ്നേഹമില്ലെന്ന് തന്നെ പറയാം. നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൻസർ പറയൂ. ഇപ്പോ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ സ്നേഹിക്കുന്നുണ്ട് മാഡം. കാർത്തികയെ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടോ? അവരോടൊപ്പം ചേർന്ന് ജീവിക്കണമെന്ന് തന്നെയാണോ? പക്ഷേ നിങ്ങൾ അവരെ മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്യുന്നെന്നാണല്ലോ കംപ്ലൈന്റിൽ പറയുന്നത്. നിങ്ങളും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ജീവിക്കാൻ പറ്റില്ലെന്നാണ് അവർ പറയുന്നത്. നിങ്ങളെ ഇനി വേണ്ട എന്നും ഡിവോഴ്സ് വേണമെന്നും അവർ തറപ്പിച്ച് പറയുന്നു. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഭർത്താവ് എന്ന് പറഞ്ഞാൽ സഹിക്കുന്നവൻ തന്നെയല്ലേ മാഡം. ഞാൻ ഒരുപാട് തവണ സഹിച്ചതുവാ. ഭാര്യ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉത്തരവാദിത്വമൊക്കെ വേണ്ട മാഡം. അവൾ ഒരിക്കലും കുടുംബത്തോട് അങ്ങനെ കാണിച്ചിട്ടേ ഇല്ല. എന്നാലും എനിക്ക് കാർത്തികയോട് വെറുപ്പില്ല. അവരെ എപ്പോഴെങ്കിലും നിങ്ങൾ ദേഹോപദ്രവം ചെയ്തിട്ടുണ്ടോ? തല്ലിയിട്ടുണ്ട് മാഡം. പലതവണ വഴക്കും കൂടിയിട്ടുണ്ട്. പക്ഷേ അത് ദേഷ്യം കൊണ്ടൊന്നും അല്ല. അവളുടെ ശീലങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു മാഡം അങ്ങനെ ചെയ്തത്.
ഓക്കെ മിസ്റ്റർ അഖിൽ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. മാഡം. എല്ലാവരോടും അകത്തേക്ക് വരാൻ പറയൂ. ഓക്കെ മാഡം. സർ, ജഡ്ജി മാഡം നിങ്ങൾ എല്ലാവരും അകത്തേക്ക് വിളിക്കുന്നുണ്ട്. എല്ലാവരും ഇരുന്നോളൂ. രണ്ടുപേരുടെ അഭിപ്രായവും ഞാൻ കേട്ടു. നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അഖിലിന്റെ ഭാഗത്താണ് തെറ്റെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരാളുടെ ഒപ്പം കാർത്തികയ്ക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. ഞങ്ങളുടെ അഖിലിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല മാഡം. അവനല്പം മുൻകോപമുണ്ട്, അത്രേ ഉള്ളൂ. മുൻകോപമാണ് എല്ലാത്തിനും കാരണം മിസ്റ്റർ. കാർത്തിക കാരണമാണ് അഖിലിന് ആക്സിഡന്റ് പറ്റി 2 കാലിന്റെയും ചലനശേഷി നഷ്ടമായത്. ഓഫ് കോഴ്സ്, ഭാര്യയെ സംരക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ കടമയാണ്. സുഖമില്ലാത്ത ഭർത്താവിനെ കൂടെ നിന്ന് നോക്കേണ്ടതും ഒരു ഭാര്യയുടെ കടമ തന്നെയല്ലേ? എത്ര നാളെന്ന് പറഞ്ഞാ നോക്കുന്നേ? എന്റെ മകൾ ജീവിതകാലം മുഴുവൻ സ്വാധീനമില്ലാത്ത പുരുഷനോടൊപ്പം ജീവിക്കണോ? ചെറിയ പ്രായത്തിൽ തന്നെ ഇവളുടെ ജീവിതം നശിച്ചു പോണോന്നാണോ? അഖിലിന്റെ കാര്യം ശരിയാവും മാഡം. അവൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നടക്കും. അതിന്റെ സർട്ടിഫിക്കറ്റും ഡോക്ടർ തന്നിട്ടുണ്ട്. പെട്ടെന്നെന്ന് പറഞ്ഞാ എത്ര കാലം കഴിഞ്ഞാ വരിക? ഒരു 50 വർഷം കഴിയുമ്പോഴെങ്കിലും ശരിയാവോ? നിങ്ങൾ മിണ്ടാതിരിക്കൂ. ഇയാളുടെ കാലം എപ്പോഴാ ശരിയാവുക, എഴുന്നേറ്റ് നടക്കുക എന്നൊന്നും അറിയില്ല. അതുവരെ എന്റെ മകളുടെ ലൈഫ് ഇങ്ങനെ സ്പോയിൽ ആകണമെന്നാണോ? ഇതേ അവസ്ഥ നിങ്ങളുടെ മോക്ക് വന്നിരുന്നെങ്കിൽ അഖിലും ഞങ്ങളൊക്കെ പരിപാലിക്കില്ലായിരുന്നോ? എന്താ പറയേ? കാർത്തികയെ നിങ്ങളെല്ലാവരും മെന്റലിയും ഫിസിക്കലിയും ഹരാസ് ചെയ്യുന്നെന്ന് കേട്ടു. അത് സത്യമാണോ? അങ്ങനെയൊന്നും ഇല്ല മാഡം. കാർത്തികയെ ഞങ്ങൾ വളരെ നന്നായാണ് നോക്കിയിരുന്നത്. കരണത്തടിച്ച് നോക്കുന്നു എന്നാണ് പറയുന്നേ. എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നേ? മാഡം, ഇവര് എന്നെ പോലും അടിച്ചു മാഡം. ഈ വസുവ എന്നെ അടിച്ചത്. അത് നിങ്ങൾ തെറ്റായിട്ട് സംസാരിച്ചതുകൊണ്ടാ വസുന്ധരയ്ക്ക് എങ്ങനെ ചെയ്യേണ്ടി വന്നത്. മുതിർന്നവർ ഒരു കാര്യം പറയുന്നതിൽ എന്താ തെറ്റ്? അത് കേൾക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ? തോന്നിവാസം പോലെ എല്ലാവരുടെയും നേരെ കയ്യോങ്ങ. മകന്റെ സ്ഥാനത്തുള്ള മരുമകനെ വികലാംഗൻ എന്ന് വിളിക്കുന്നത് ശരിയാണോ മാഡം? കൊച്ചുകുട്ടികൾ തെറ്റ് ചെയ്യുമ്പോ മുതിർന്നവരവരെ വഴക്ക് പറയും, ചിലപ്പോ തല്ലിന്നും വരും. അങ്ങനെ കാർത്തികയെ തല്ലിന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷെ ദേഷ്യത്തോടെ അല്ല, വിഷമത്തോടെയും സ്നേഹത്തോടെയുമാണ്. തല്ലേണ്ടതൊക്കെ തല്ലിയിട്ട് ഇപ്പൊ ഓരോരോ കാരണങ്ങൾ പറയാ. ഇവര് എല്ലാം മറച്ചു വെക്കാം മാഡം. ഇവരുടെ അത്രയും കണ്ണിങ് ആയവര് വേറെ ആരുമില്ല. ഇവിടെ ആരാ അങ്ങനെ പെരുമാറിയിട്ടുള്ളത്? മകളുടെ ജീവിതം തകരണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളോ ഞങ്ങളോ? എന്റെ മകളെ തല്ലുമ്പോഴൊക്കെ ഞാൻ കാഴ്ചക്കാരിയെ പോലെ നിൽക്കണോ? ഞങ്ങൾ വേണമെന്ന് വെച്ച് അടിച്ചതല്ല. കാർത്തിക തെറ്റ് ചെയ്തപ്പോ അത് തെറ്റാണെന്ന് പറഞ്ഞതാ. നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലേ? നിങ്ങളൊക്കെ നല്ലവരും ഞങ്ങൾ മോശക്കാരും. പ്ലീസ്, എല്ലാവരും ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കൂ. ആരും ബഹളം വെക്കേണ്ട ആവശ്യമില്ല. സോറി മാഡം. വീണ്ടും എന്റെ മകളെ ഈ വൃത്തികെട്ട കുടുംബത്തിലേക്ക് അയക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ മകൾക്ക് വിവാഹമോചനം നൽകി ജീവനാംശം വാങ്ങിക്കൊടുക്കണം. ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ നോക്കിക്കോളാം. എന്ത് ജീവനാംശം എന്നാ? നിങ്ങൾ എന്നെ ഡിവോഴ്സ് ആവശ്യപ്പെട്ട് ജീവനാംശം ചോദിക്കല്ലേ? ഞങ്ങൾ ഡിവോഴ്സും തരാൻ പോകുന്നില്ല, ജീവനാംശവും തരില്ല. കാർത്തികയെ ഞങ്ങളുടെ കൂടെ അയക്കണം മാഡം. അത് നടക്കില്ല. കുറച്ചു സമയം എല്ലാവരും ഒന്ന് നിശബ്ദരായിരിക്കൂ. കാർത്തികയുടെ പ്രായം കണക്കിലെടുത്ത് അവളുടെ ജീവിതം നശിച്ചു പോകാതിരിക്കാൻ
കാർത്തികയ്ക്ക് ഡിവോഴ്സ് അനുവദിക്കണമെന്നാണ് കോടതി തീരുമാനിക്കുന്നത്. കാർത്തിക ആവശ്യപ്പെടുന്നത് പോലെ നിങ്ങൾ ഡിവോഴ്സ് നൽകുന്നതിനോടൊപ്പം മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി അവർക്ക് ജീവനാംശവും നൽകണം. പക്ഷേ മനുഷ്യത്വം അടിസ്ഥാനമാക്കി ചിന്തിക്കുമ്പോൾ അംഗവൈകല്യം സംഭവിച്ച ഭർത്താവിനെ കൂടെ നിന്ന് സംരക്ഷിക്കുന്നതിന് പകരം കാർത്തിക ഡിവോഴ്സിന് പോകുന്നത് ന്യായമായ കാര്യമല്ല. രാമൻ വനവാസത്തിന് പോയപ്പോൾ അദ്ദേഹത്തോടൊപ്പം സീതയും വനവാസത്തിന് പോയ സംസ്കാരമാണ് നമുക്കുള്ളത്. ഭർത്താവിന്റെ ആയുസിനു വേണ്ടി യമനോട് യുദ്ധം ചെയ്ത സാവിത്രിയുടെ ചരിത്രമാണ് നമ്മുടേത്. ഇദ്ദേഹത്തിന്റെ കാല് ഭേദമാകുമെന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ കാല് സുഖപ്പെടുന്നതിനായി 1 മാസത്തെ സമയം ഞാൻ അനുവദിക്കുന്നു. ഈ 1 മാസവും കാർത്തിക ഇദ്ദേഹത്തിനോടൊപ്പം തന്നെ ഉണ്ടാവണം. അഖിലിന്റെ കാല് സുഖപ്പെടുന്നത് വരെ കാർത്തിക ഇദ്ദേഹത്തെ പരിചരിക്കണം. ഒരു മാസത്തിനുള്ളിൽ അഖിൽ എഴുന്നേറ്റ് നടക്കുകയാണെങ്കിൽ ഡിവോഴ്സിന്റെ ആവശ്യം വരുന്നില്ല. അങ്ങനെ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ഞാൻ അനുവദിക്കാം. അഖിലിന്റെ സ്വത്തിലൊരു പങ്ക് കാർത്തികയ്ക്ക് ജീവനാംശമായി കൊടുക്കണം. അതിന് 1 മാസം എന്തിനാ മാഡം? ഈ 30 ദിവസവും എന്റെ മോൾ അവിടെ കിടന്ന് കഷ്ടപ്പെടണമെന്നാണോ? ഞാനിപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ. സീതയും സാവിത്രിയും പോലുള്ള പതിവ്രതകൾ ജനിച്ച നാടാണിത്. കഷ്ടകാലത്ത് ഭർത്താവിനെ ഉപേക്ഷിക്കുന്നത് ഒരു ഭാര്യയുടെ ധർമ്മമല്ല. ഞാൻ ഒരുപാട് നാളൊന്നും സമയം തരുന്നില്ല. ഈ 1 മാസം മുഴുവൻ അഖിലിനെ കാർത്തിക സ്നേഹപൂർവ്വം പരിചരിക്കണം. വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. അഖിലിന്റെ കാല് സുഖപ്പെടാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം. എന്നിട്ടും ഇദ്ദേഹത്തിന്റെ കാൽ സുഖമായില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിവോഴ്സും ലഭിക്കും, ജീവനാംശവും കിട്ടും. ഒരു കാര്യം കൂടി, ഈ 1 മാസത്തിൽ കാർത്തിക അഖിലിനെ അവഗണിക്കുകയാണെങ്കിൽ സ്നേഹത്തോടെ പരിപാലിക്കാതിരുന്നാലും ഡിവോഴ്സ് മാത്രമേ ലഭിക്കൂ, ജീവനാംശം കിട്ടില്ല. വിധി 1 മാസത്തേക്ക് ഞാൻ റിസർവ് ചെയ്ത് ഈ കേസ് ഞാൻ റിലീവ് ചെയ്യുന്നു. 1 മാസം കഴിഞ്ഞ് വീണ്ടും വരിക. ദിസ് കോർട്ട് ഈസ് അഡ്ജേൺ. എന്താ സിസ്റ്റർ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇനി എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യാനാ? ഇത്രയും നാളും ക്ഷമിച്ചില്ലേ, ഇനിയും 1 മാസം കൂടി അങ്ങ് ക്ഷമിക്കുക തന്നെ. എടി, ഈ 1 മാസം നീ അഖിലിനെ സ്നേഹത്തോടെ പരിപാലിക്കണമെന്ന്. ഇല്ലെങ്കി ഡിവോഴ്സ് മാത്രമേ കിട്ടൂ, ജീവനാംശമൊന്നും കിട്ടില്ല. ശരി, വാ വീട്ടിലോട്ട് പോവാം. നടക്ക്. നമ്മൾ പേടിച്ച പോലെയൊന്നും സംഭവിച്ചില്ലല്ലോ. ജഡ്ജി മാഡം നല്ലൊരു തീരുമാനം തന്നെ എടുത്തത്. അതെ ഏട്ടാ, നമുക്ക് 1 മാസം ടൈമുണ്ട്. അഖിൽ, നീ ഭാഗ്യം ചെയ്തവനാ. ഇല്ല എടുത്തേ, ജഡ്ജി മേഡം ആവശ്യമില്ലാതെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നേ. 1 മാസം കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ നടക്കുക. അങ്ങനെ പറയരുത് അഖിൽ. ബി പോസിറ്റീവ്. നിങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യ്. ഞാനും ഏട്ടനെ ഇപ്പൊ വരാം. ഒരുപാട് നന്ദിയുണ്ട് മാഡം. ഞങ്ങൾക്ക് ഫേവറായി ജഡ്ജ്മെന്റ് പറഞ്ഞ് വലിയൊരു സഹായം ചെയ്തത്. നിങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ പീനൽ കോഡ് തന്നെ മാറ്റിവെച്ച് മനസാക്ഷിയോടെയാണ് ഞാൻ വിധി പറഞ്ഞത്. താങ്ക് യു സോ മച്ച് മാഡം. നിങ്ങളുടെ അനിയനെയും ഭാര്യയെയും എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണമെന്ന് വസുന്ധര എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു അഭിരാം. ബന്ധുക്കളെ വിട്ട് അകന്നു പോകണമെന്നും ഭർത്താവിന്റെ ബന്ധുക്കളെയെല്ലാം അകറ്റി നിർത്തണമെന്നും ആഗ്രഹിക്കുന്ന സ്ത്രീകളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആദ്യമായാണ് കുടുംബമെല്ലാം ഒന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വസുവിനെ ഞാൻ കണ്ടത്.